നമസ്കാരം. പതിരും കതിരും. ശ്രീനിവാസന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരെ ഓർക്കുന്നില്ലേ? ഒരു വാടക വീട് ഒഴിപ്പിച്ചെടുക്കാൻ ആ മനുഷ്യൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിച്ചത്. ഇറങ്ങുന്നില്ലെന്നായി വാടകക്കാർ. ഒടുവിൽ അധോലോക ദാമോദർജിയെ വരുത്തേണ്ടി വന്നു വാടകക്കാർക്ക്. ശ്രീലേഖ IPS എത്ര മയത്തിലാണ് VK പ്രശാന്ത് MLAയോട് ഒന്നൊഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചത്. പ്രശാന്ത് സഹോദര തുല്യനാണ്. മകൻ്റെ കല്യാണം നടത്താൻ മണ്ഡപത്തിൽ നിന്നയാളാണ്. അങ്ങനെയൊക്കെയുള്ള സഹോദരനോട് ശ്രീലേഖ ഒന്ന് പറഞ്ഞു പോയി, കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലുള്ള MLAയുടെ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന്. സൗകര്യമില്ലെന്നായി പ്രശാന്ത്. മേയർ പദവി കിട്ടാത്തതിൻ്റെ ചൊരുക്ക് എന്നോടല്ല കാണിക്കേണ്ടതെന്നായി. കോർപ്പറേഷൻ ഭരണമാറ്റമുണ്ടായപ്പോൾ ആകെ മൊത്തം പ്രശ്നമാണല്ലോ. പ്രശാന്ത് ചോദിക്കുന്നത് MLA ആണോ വലുത്, കൗൺസിലറാണോ എന്നാണ്. അവിടെയാണ് പ്രശ്നം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് തോറ്റാൽ പേരിനൊപ്പമുള്ള MLA വാല് അങ്ങ് പോകും. അതേസമയം മരിക്കും വരെ ശ്രീലേഖയ്ക്കൊപ്പം IPS ഉണ്ടാകും. തലയിലെ തൊപ്പിയേ പോയിട്ടുള്ളൂ. അവർ നേടിയ 3 അക്ഷരം നഷ്ടമായിട്ടില്ല. IPS എന്ന വിശേഷണം പേരിനൊപ്പം ചേർത്ത ശ്രീലേഖയ്ക്കെതിരെ പരാതി നൽകിയതാണ് ഈ CPMകാർ. കാലണ വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് ടീച്ചറെന്നും മാസ്റ്ററെന്നുമൊക്കെ പേരിനൊപ്പം ചേർക്കാം. വാഴക്കുല ഡോക്ടറേറ്റ് എടുത്തവർക്ക് അത് അണിഞ്ഞ് നടക്കുകയും ചെയ്യാം. പക്ഷേ IPS പറ്റില്ല. ഭരണം തുടങ്ങിയപ്പോഴേ കയ്യാങ്കളിയാകുന്ന മട്ടാണ് തിരുവനന്തപുരത്ത്. തൻ്റെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിച്ച പ്രശാന്ത് MLA അധോലോക ദാമോദർജിയെ പോലെ പിണറായി വിജയനെ ഇറക്കുമോ ഒടുവിൽ? ആ ദാമോദർജി ഓടിയത് നമ്മൾ കണ്ടതാണല്ലോ. കടകം മറുകടകം പറഞ്ഞ് ഓതിരം ചൊല്ലി ജനം ഒരു കുമിറ്റ് കൊടുത്താൽ പിണറായി സർക്കാരും അതുപോലെ ഓടിക്കളയും. ഭരണത്തിലിരുന്നപ്പോൾ ഒരു മേയറൂട്ടിയും ശിൽബന്ധികളും കൂടി ചില്ലറ അഭ്യാസങ്ങളല്ല അവിടെ നടത്തിയത്. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടാതിരിക്കുമോ സഖാക്കളെ? ശത്രുക്കളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ അധികാരത്തിലിരുന്ന് കുങ്ക് കാണിച്ചതാണ് ആ മേയറും സംഘവും. മേയറൂട്ടിയുടെ അഴിമതികളൊക്കെ ഇനി ഒന്നൊന്നായി പൊങ്ങി വന്നെന്നിരിക്കും. ഭരണം അവസാന റീലോടുമ്പോൾ MLA ബോർഡും വിളക്കി പ്രശാന്തിന് പോകേണ്ടി വന്നാൽ അതിൻ്റെ നാണക്കേട് പാർട്ടിക്ക് കൂടിയാണ്. ഉടൻ തന്നെ ശിവൻകുട്ടി മാമനും കടകംപള്ളിയും ഇറങ്ങി പ്രശാന്തിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഒരർത്ഥത്തിൽ സഹോദരി സഹോദരനോട് പറയും പോലെ ശ്രീലേഖ പ്രശാന്തിനോട് പറഞ്ഞ ഒരു കാര്യം, എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോയത് പ്രശാന്തേ? നിങ്ങളുടെ മേയറേക്കാൾ അഹങ്കാരിയാണ് ശ്രീലേഖ എന്ന് വരുത്തി തീർക്കാനായിരിക്കും. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. എങ്കിൽ പിന്നെ 2 പേർക്കും കൂടി ആ ഓഫീസ് അങ്ങ് പങ്കിട്ടാൽ പോരെ? ഭരണം കിട്ടിക്കഴിയുമ്പോൾ ഓരോരുത്തരും രാഷ്ട്രീയം കളിക്കും. പിണറായി വിജയൻ ഒറ്റ രാത്രി കൊണ്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണനെ ദേവസ്വം പ്രസിഡന്റ് പദവി തെറിപ്പിച്ചു കൊടുത്തത്. പിന്നെ വന്ന കാട്ടുകള്ളന്മാർ ചെയ്തതെല്ലാം നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ ചെറുതായാലും വലുതായാലും അധികാരം കയ്യിൽ കിട്ടുന്നവർ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങും. പ്രശാന്തിനെ ശ്രീലേഖ ഒഴിപ്പിക്കുമോ അതോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം ഒഴിപ്പിക്കുമോ എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സംഗതി മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ സഹോദരീ സഹോദരന്മാർ കൈകൊടുത്ത് പിരിഞ്ഞു. അവർ ഓഫീസ് പപ്പാതി പങ്കിടാൻ തീരുമാനിച്ചു. തൊട്ടപ്പുറത്ത് ഞാനിരിക്കുന്നത് ബുദ്ധിമുട്ടാകുമോ എന്നാണ് ശ്രീലേഖ ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ കൈകൊടുത്ത് ജയൻ്റായ നിലയ്ക്ക് 2 പേർക്കും കൂടി ഒറ്റ ഓഫീസ് പോരെ? പിണറായി തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയത്തിൽ പ്രശാന്തിനും മോദിജി തീർപ്പാക്കേണ്ട വിഷയത്തിലുള്ള പരാതി ശ്രീലേഖയ്ക്കും കൊടുത്താൽ മതി. MLAമാരൊക്കെ ഇപ്പോൾ ഒഴിപ്പിക്കൽ ഭീഷണിയിലാണല്ലോ. പെരുമ്പാവൂർ MLA എൽദോയുടെ ബോർഡും കിടുപിടികളും പറിച്ച് ദൂരെ എറിഞ്ഞു ഹൗസ് ഓണർ. ഇറങ്ങിപ്പൊക്കോ എന്ന് ആട്ടി. അവിടെ ഹൗസ് ഓണറുടെ ഭാര്യയെ ചെയർപേഴ്സൺ ആക്കിയില്ലത്രേ MLA ഇടപെട്ട്. അതാണ് വിരോധത്തിൻ്റെ പ്രധാന കാരണം. ശ്രീലേഖ പറയുന്നത് എല്ലാം ഞാൻ റിക്വസ്റ്റായിട്ടാണ് ആദ്യം പറയുക, കേട്ടില്ലെങ്കിലേ തൊഴി കൊടുക്കൂ എന്ന മട്ടിലാണ്. ഈ ശ്രീലേഖയല്ലാതെ വേറെ ആരെങ്കിലും ഒരു കമ്മി നേതാവിനോട് ഫോണിൽ വിളിച്ച് രഹസ്യം പറയാൻ പോകുമോ? അവരത് മൈക്കിലൂടെ പറയും. ഇനി ക്ലിഫ് ഹൗസ് ഒഴിയാൻ ജനം നോട്ടീസ് കൊടുക്കുന്ന തീയതി കാത്തിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതിനിടെ പ്രശാന്ത് പറഞ്ഞ മറ്റൊരു വിവരദോഷം ഇങ്ങനെയാണ്. ശ്രീലേഖ ഇപ്പോൾ പോലീസല്ല, ഒഴിപ്പിക്കാൻ എന്നാണ്. പോലീസിന് കെട്ടിടം ഒഴിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് പ്രശാന്തിനോട് ആര് പറഞ്ഞു തന്നു? ലക്ഷ്മി വിലാസത്തിലെ LLB ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെ പഠിപ്പിച്ചത്?